സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിക്ക് തുടക്കം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും ആത്മാഭിമാനവും ഉറപ്പാക്കുന്നതാണ് വികസിത സമൂഹത്തിന്റെ അടയാളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെടാത്ത 35 മുതൽ 60 വയസ്സ് വരെയുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിനുമാണ് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി ആരംഭിച്ചത്. 10 ലക്ഷത്തിലധികം സ്ത്രീകൾക്കും ട്രാൻസ് വുമണുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ N. വാസുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെയാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കട്ടിളപ്പാളി കേസിലെ 3ാം പ്രതിയാണ് N. വാസു. അതേസമയം കേസിലെ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. സംസ്ഥാനത്തെ പുതിയ വനിതാ നയം മന്ത്രിസഭായോഗം അംഗീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. നവകേരളം എന്നത് സ്ത്രീപക്ഷ കേരളമായിരിക്കുമെന്ന ലക്ഷ്യത്തോടെ 2009 വനിതാ നയം കാലാനുസൃതമായി പരിഷ്കരിച്ചാണ് വനിതാ നയം 2026 പുറത്തിറക്കിയത്. ആധുനിക കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്കനുസൃതമായി സ്ത്രീകളുടെ സുരക്ഷ, തൊഴിൽ അവകാശങ്ങൾ, നിയമങ്ങൾ, ഗോത്ര സമൂഹം, തീരദേശം എന്നിങ്ങനെ പല മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ നയം രൂപീകരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. നെല്ല് സംഭരണ പദ്ധതി പ്രകാരം സംഭരിക്കുന്ന നെല്ലിന്റെ ഔട്ട് ടേൺ റേഷ്യോ 68% നിന്നും 64.5% കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തതുമൂലം സപ്ലൈകോയ്ക്ക് 2019-2020 മുതൽ 2021-2022 വരെയുള്ള വർഷങ്ങളിലുണ്ടായ സാമ്പത്തിക ബാധ്യതയായ 253.06 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുമെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിൽ വലിയ മാറ്റം വരുന്നു. ഈ വർഷം മുതൽ 12ാം ക്ലാസ് ഉത്തരക്കടലാസുകൾ ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിലൂടെയാകും വിലയിരുത്തുകയെന്ന് CBSE പരീക്ഷാ കൺട്രോളർ സംയം ഭരദ്വാജ് അറിയിച്ചു. എന്നാൽ 10ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം നിലവിലുള്ള രീതിയിൽ തന്നെ തുടരും. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. ഇതോടൊപ്പം അൾട്രാ വയലറ്റ് ഇൻഡെക്സും ഗുരുതരമായ നിലയിലേക്ക് നീങ്ങുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇന്നലെ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ്. UV ഇൻഡെക്സ് 8 മൂന്നാറിൽ രേഖപ്പെടുത്തിയത്. ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മാനന്തവാടി എന്നീ സ്റ്റേഷനുകളിൽ UV ഇൻഡെക്സ് വർദ്ധിച്ച സാഹചര്യത്തിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ 2025 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യ 91ാം സ്ഥാനത്ത്. ആകെ 182 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിലാണ് ഇന്ത്യയുടെ ഈ സ്ഥാനം. കഴിഞ്ഞ വർഷത്തെ 96ാം റാങ്കിങ്ങിൽ നിന്ന് 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയെങ്കിലും രാജ്യത്തെ അഴിമതി നിരക്ക് ഇപ്പോഴും ആശങ്കാജനകമായി തുടരുന്നതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 100ൽ 39 പോയിന്റാണ് ഇത്തവണ ഇന്ത്യക്ക് ലഭിച്ചത്. അതിതീവ്ര പ്രത്യേക വോട്ടർ പരിഷ്കരണം നടപടിയുടെ ഭാഗമായി മധ്യപ്രദേശിലെ രേവ ജില്ലയിൽ നിന്ന് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നടപടിക്രമം പാലിക്കാതെ ന്യൂനപക്ഷ സമുദായങ്ങളെ ഒഴിവാക്കിയത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി സ്ഥിരതാമസക്കാരായ കുടുംബങ്ങളെയാണ് മുൻകൂർ നോട്ടീസ് നൽകാതെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നീക്കം ചെയ്യാനുള്ള ഫോം 7 തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പൂരിപ്പിച്ച് നൽകുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിനും കാരണമായ പ്രതിഷേധങ്ങൾക്കു ശേഷം ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. നാളെ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാജ്യത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും നിർണായക പരീക്ഷണമാണ്. 2011 കെയർ ടേക്കർ സമ്പ്രദായം നിർത്തലാക്കിയതിനു ശേഷം ഇടക്കാല സർക്കാർ ചട്ടക്കൂടിന് കീഴിൽ നടക്കുന്ന ബംഗ്ലാദേശിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്.
കാനഡയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ അക്രമിയടക്കം 10 പേർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് കൊളംബിയയിലെ ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. വെടിവയ്പിൽ 25 പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അക്രമിയെന്ന് കരുതുന്ന സ്ത്രീയെ സ്കൂൾ വളപ്പിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവർ സ്വയം വെടിവെച്ച് മരിച്ചതാണെന്നാണ് നിഗമനം. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.